കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SVG കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു SVG ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഇമേജിനെ മാസ്ക് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വീഡിയോയെ നമുക്കൊരു ടെക്സ്റ്റിനകത്തേക്ക് മാസ്ക് ചെയ്യാം എന്നതാണ്. സെയിം മെത്തേഡ് തന്നെയാണ്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ച സെയിം ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റം ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയുടെ ആ ഒരു പാർട്ട് 1 കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അതല്ല നിങ്ങൾക്ക് SVG കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ വീഡിയോ കണ്ടാലും മതിയാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ index.html ആണിത്. ഒരു style.css കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗൂഗിളിൻ്റെ ഒരു പോപ്പിൻസ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോയെ ഒരു SVGക്കകത്തുള്ള ടെക്സ്റ്റ് ഉപയോഗിച്ച് നമ്മൾ മാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത് വീഡിയോ എന്ന് പറയുന്ന ടാഗാണ്. അപ്പം വീഡിയോ എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഒരിക്കലും SVGക്കകത്തല്ല കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഇമേജിനെ നമ്മൾ ടെക്സ്റ്റിനകത്തേക്ക് മാസ്ക് ചെയ്തപ്പം നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ഒരു ടാഗ് SVGക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ SVGക്കകത്ത് നമുക്ക് വീഡിയോ എന്ന് പറയുന്ന ടാഗ് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ HTML5ൻ്റെ വീഡിയോ ടാഗിനെയാണ് നമ്മൾ ആദ്യം വിളിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വീഡിയോയുടെ സോഴ്സ് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പം നമ്മൾ സോഴ്സ് പറഞ്ഞു കൊടുത്തു. സോഴ്സിനകത്ത് വന്നിട്ട് അപ്പം ഈ ഒരു വീഡിയോ ഞാനിവിടെ എൻ്റെ ഒരു ഫോൾഡറിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. myvideo.mp4 തന്നെയാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം HTML5 വീഡിയോ ടാഗിന് കുറേ അധികം പ്രോപ്പർട്ടീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിലൊന്നാണ് മ്യൂട്ടഡ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് സൗണ്ട് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ആ വീഡിയോയുടെ സൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ട. പിന്നെ ഓട്ടോ പ്ലേ ആയിരിക്കണം, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആയി തുടങ്ങണം. പിന്നെ അത് ലൂപ്പിലായിരിക്കണം, അതായത് ഓട്ടോ പ്ലേ ആണെങ്കിൽ കൂടി ആ ഒരു വീഡിയോ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ലൂപ്പിൻ്റെ അർത്ഥം. പിന്നെ ഞാനൊരു ക്ലാസ് കൂടെ വിളിച്ചു കൊടുത്തു. വീഡിയോ എന്ന് പറയുന്ന ഞാനൊരു ക്ലാസ് കൂടെ വിളിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ തന്നെ അത് പ്ലേ ചെയ്ത് തുടങ്ങി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വീഡിയോ പ്ലേ ആയി തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു സ്ക്രോളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോയ്ക്ക് നമുക്ക് ആ ഒരു വിഡ്ത്ത് 100%ഉം അതിനുശേഷം ഹൈറ്റ് നമ്മൾ 100%ഉം കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഹൊറിസോണ്ടൽ സ്ക്രോളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ ബോഡിക്ക് ഞാൻ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനും ഒരു വിഡ്ത്ത് ഞാൻ 100% കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ഹൈറ്റ് ഒരു 100 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തു. പിന്നെ ഫോൺ ഫാമിലി ഇല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഗൂഗിൾ ഫോണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പോപ്പിൻസിനെ വിളിച്ചു കൊടുക്കാം. അപ്പോൾ ഏരിയയിൽ കളഞ്ഞിട്ട് POPPINS. ഓക്കെ, പോപ്പിൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഒന്നും നമുക്ക് സ്ക്രോളൊന്നുമില്ല. ഇനി നമുക്ക് മാസ്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി SVG എന്ന് പറയുന്ന ടാഗ് നമ്മൾ വിളിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു SVGക്ക് ഒരു വ്യൂ പോർട്ടും ഉണ്ട്, ഒരു വ്യൂ ബോക്സും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വ്യൂ പോർട്ട് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വ്യൂ പോർട്ട് സെറ്റ് ചെയ്യുന്നത് വിഡ്ത്ത് ഒരു 100%ഉം ഹൈറ്റ് ഒരു 100%ഉം ഞാൻ കൊടുത്തു. ഇനി ഈ SVGക്കകത്ത് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ നമ്മൾ റെക്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗിൻ്റെ സഹായം തേടി. ഇനി ഞാൻ പറയുകയാണ്, ആ റെക്റ്റാങ്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്, X ആക്സിസ് 0 ആണ്. ഞാൻ പറഞ്ഞു കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മുടെ SVG എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇനി Y ആക്സിസ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി അതിന് ഞാനൊരു വിഡ്ത്ത് ഒരു 100% കൊടുത്തു. അതിനുശേഷം ഒരു ഹൈറ്റ് ഞാനൊരു 100% കൊടുത്തു. ഫില്ല് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ കൊടുത്തു. ഓക്കെ, നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. തൽക്കാലം ഞാൻ ആ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ഗ്രീൻ കളർ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ടെക്സ്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ സഹായം തേടി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, X എന്ന് പറയുന്നത് 50% ആണ്, Y എന്ന് പറയുന്നത് 50% ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു
ടെക്സ്റ്റിനെ സെൻറ്റർ ആക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് കൊടുക്കേണ്ടത് ഫോൺ ഫാമിലി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ CSSൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. പോപ്പിൻസ് കൊടുത്തു. ഇനി ഞാനൊരു ഫോൺ സൈസ് ഞാനൊരു 240 പിക്സൽ കൊടുത്തു. ഫോണ്ട് വെയ്റ്റ് ഞാനൊരു 800 കൊടുത്തു. അതിനുശേഷം അത് മിഡിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ആങ്കർ മിഡിൽ കൊടുത്തു. അപ്പോൾ അത് ഹൊറിസോണ്ടലി മാത്രമേ സെൻറ്റർ ആവത്തുള്ളൂ. ഇനി വെർട്ടിക്കലി സെൻറ്റർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റ് ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ മിഡിൽ കൊടുക്കണം അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സ്ട്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. വൈറ്റ് കൊടുത്തു. ഇനി സ്ട്രോക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനൊരു 1 കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് എന്താണ് വരേണ്ടത് എന്നുകൂടി നമുക്ക് എഴുതി കൊടുക്കാം. അപ്പം നമുക്കിവിടെ വരേണ്ടത് വെബ് ഡയറി എന്നാണ്. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇവിടെ ടെക്സ്റ്റ് ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഫോണ്ട് ഫാമിലി അല്ല കേട്ടോ, ഫോണ്ട് സൈസാണ്. ഫോണ്ട് സൈസാണ് 240 കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് വലിയൊരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിനി ഒരു റെക്റ്റാങ്കിൾ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ മാസ്കിങ് നടക്കുള്ളൂ. അപ്പം നമ്മൾ ഈ മുകളിൽ കൊടുത്തതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ കൂടി വിളിച്ചു കൊടുക്കുക. ഞാനിപ്പം സെയിം തന്നെ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ വിളിച്ചു കൊടുത്തു. ആ ഒരു കളറ് മാത്രം ഞാൻ വേറൊരു കളർ കൊടുത്തു. അപ്പം നമുക്ക് ഇനി റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ആദ്യം വന്നത് ആ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു റെക്റ്റാങ്കിൾ, അതിന് മുമ്പിലായിട്ട് നമുക്ക് വരുന്നത് ടെക്സ്റ്റ്, അതിന് മുമ്പിലായിട്ട് വരുന്നത് ഈ ഒരു റെക്റ്റാങ്കിൾ. ഈ ഒരു 3 ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വിഡ്ത്ത് ഞാനൊരു 50% കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു വിഡ്ത്ത് ഒരു 60% ആക്കി കാണിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടോപ്പ് പൊസിഷൻ ഒന്ന് താഴേക്ക് ഇറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കുമ്പം കണ്ടില്ല, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഗ്രീനാണ്. അതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ ഈ ഒരു വെബ് ഡയറി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉള്ളത്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ലെയർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് തിരിച്ച് പഴയതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ തിരിച്ച് പഴയതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റിനെ കാണാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ആ ഒരു വീഡിയോ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ആ ഒരു SVG വന്നിട്ടുണ്ട്. കാരണം ഇതൊരു എലമെൻ്റാണ്, ഇതൊരു മറ്റൊരു എലമെൻ്റാണ്. അപ്പോൾ 2 എലമെൻറ്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ റിസൾട്ട് പ്രകാരം വീഡിയോ മുകളിലും ഇത് താഴെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു SVGക്ക്, ഈ ഒരു SVG ഇല്ലേ, ആ ഒരു SVGക്ക് നമ്മൾ എന്ത് കൊടുക്കുക, പൊസിഷൻ കൊടുക്കുക. SVGക്ക് പൊസിഷൻ നമ്മൾ അബ്സല്യൂട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ലെഫ്റ്റ് 0 കൊടുത്തു, റൈറ്റ് ഞാൻ 0 കൊടുത്തു. അതിനുശേഷം ഞാൻ ടോപ്പ് 0 കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരൊറ്റ എലമെൻറ്റ് ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് മാസ്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും മാസ്കിങ് ക്രിയേറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ടാഗിൻ്റെ സഹായം തേടും അല്ലേ. DEFS എന്നുള്ളതാണ് ആ ടാഗിൻ്റെ പേര്. ആ ഡെഫിനിഷനകത്തേക്ക് നമുക്ക് എന്താണോ മാസ്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് എന്ന് പറയുന്ന മറ്റൊരു ടാഗിൻ്റെ സഹായം തേടും അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തിനെയാണോ നമുക്ക് മാസ്ക് ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്കിപ്പം ഈ ഒരു റെക്റ്റാങ്കിളിനെയും ഈ ഒരു ടെക്സ്റ്റിനെയാണ് മാസ്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അത് മാത്രം കട്ട് ചെയ്യുക. ആ ഒരു പോർഷനെ നമ്മൾ മാസ്കിനകത്തേക്ക് ഇടുക. അപ്പോൾ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഡെഫിനിഷനകത്ത് കൊടുക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ സ്ക്രീനിൽ കാണിക്കത്തില്ല. അങ്ങനെ അപ്പോൾ നമ്മളിപ്പം റെക്റ്റാങ്കിളിനെയും നമ്മുടെ ടെക്സ്റ്റിനെയും കൂടെ നമ്മൾ മാസ്കിനകത്തേക്ക് എടുത്തിട്ടു. ഇനി ഞാൻ ഈ റെക്റ്റാങ്കിളിനെ ഞാനൊന്ന് എനേബിൾ ചെയ്യാണ് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ മാസ്കിന് ഒരു ID കൊടുക്കുക. ID = വീഡിയോ മാസ്ക് എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാസ്കിനെ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് നമുക്ക് മാസ്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് മാസ്ക് = URL-നകത്ത് നമ്മൾ വീഡിയോ മാസ്ക് എന്ന് പറയുന്ന ആ ഒരു ID കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മുടെ റിസൾട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാസ്കിങ് ഇവിടെ നടന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഈ ഒരു പോർഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മാസ്ക് ചെയ്യാൻ നേരം എപ്പോഴും നമ്മൾ എന്ത് കളറായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്, വൈറ്റ് കളറായിരിക്കണം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് റെക്റ്റാങ്കിൾ, അതായത് ഡെഫിനിഷനകത്തുള്ള മാസ്കിനകത്തുള്ള റെക്റ്റാങ്കിൾ നമ്മൾ കളറ് വൈറ്റ് കൊടുത്തു. ഇനി നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു വീഡിയോ
ആ ഒരു ടെക്സ്റ്റുമായിട്ട് മാസ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെബ് ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.